വെൽക്കം ടു വർക്ക് ബുക്ക് PSC. 1. എൻജിൻസ് ഓഫ് ചേഞ്ച്, ദി റെയിൽ റോഡ്സ് ദാറ്റ് മെയ്ഡ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഇയാൻ ജെ കെർ. എൻജിൻസ് ഓഫ് ചേഞ്ച്, ദി റെയിൽ റോഡ്സ് ദാറ്റ് മെയ്ഡ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഇയാൻ ജെ കെർ. 2. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ചെനാബ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ചെനാബ്. 3. ദുരന്ത നിവാരണ സ്ഥാപനത്തിന് കീഴിലുള്ള സംസ്ഥാന ദുരിതാശ്വാസ കമ്മീഷണർ ആരാണ്? അഡീഷണൽ ചീഫ് സെക്രട്ടറി, ദുരന്ത നിവാരണം. ദുരന്ത നിവാരണ സ്ഥാപനത്തിന് കീഴിലുള്ള സംസ്ഥാന ദുരിതാശ്വാസ കമ്മീഷണർ ആരാണ്? അഡീഷണൽ ചീഫ് സെക്രട്ടറി, ദുരന്ത നിവാരണം. 4. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് പ്രാഥമികമായി ഉത്തരവാദിത്തമുള്ള ഭരണഘടനാ ഭേദഗതികൾ ഏതാണ്? 73 74 ഭേദഗതികൾ. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് പ്രാഥമികമായി ഉത്തരവാദിത്തമുള്ള ഭരണഘടനാ ഭേദഗതികൾ ഏതാണ്? 73 74 ഭേദഗതികൾ. 5. ഏറ്റവും മികച്ച പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ എങ്ങനെ ഫലപ്രദമാക്കാം എന്ന ചോദ്യം പരിഗണിക്കാൻ ഏത് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു? ഗാഡ്ഗിൽ കമ്മിറ്റി. ഏറ്റവും മികച്ച പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ എങ്ങനെ ഫലപ്രദമാക്കാം എന്ന ചോദ്യം പരിഗണിക്കാൻ ഏത് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു? ഗാഡ്ഗിൽ കമ്മിറ്റി. 6. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി പരിശീലനവും ശേഷി വർദ്ധിപ്പിക്കലും നടത്തുന്ന സ്ഥാപനം ഏതാണ്? കില. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി പരിശീലനവും ശേഷി വർദ്ധിപ്പിക്കലും നടത്തുന്ന സ്ഥാപനം ഏതാണ്? കില. 7. ആരോഗ്യരംഗത്തെ സുസ്ഥിര വികസന ലക്ഷ്യത്തിൽ ഉയർന്ന പ്രകടനം കൈവരിക്കുന്നതിന് കേരളത്തെ സമ്പന്നമാക്കുന്നതിൽ ഏത് സംരംഭമാണ് കേന്ദ്ര പങ്ക് വഹിച്ചത്? കുടുംബശ്രീ നയിക്കുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവൈലൻസ്. ആരോഗ്യരംഗത്തെ സുസ്ഥിര വികസന ലക്ഷ്യത്തിൽ ഉയർന്ന പ്രകടനം കൈവരിക്കുന്നതിന് കേരളത്തെ സമ്പന്നമാക്കുന്നതിൽ ഏത് സംരംഭമാണ് കേന്ദ്ര പങ്ക് വഹിച്ചത്? കുടുംബശ്രീ നയിക്കുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവൈലൻസ്. 8. ജലഭക്ഷ്യ ശൃംഖലകളിൽ ഏറ്റവും ശക്തമായി ബയോമാഗ്നിഫിക്കേഷൻ കാണിക്കുന്ന ഘനലോഹങ്ങൾ ഏതാണ്? മെർക്കുറി, മീഥൈൽ മെർക്കുറി. ജലഭക്ഷ്യ ശൃംഖലകളിൽ ഏറ്റവും ശക്തമായി ബയോമാഗ്നിഫിക്കേഷൻ കാണിക്കുന്ന ഘനലോഹങ്ങൾ ഏതാണ്? മെർക്കുറി, മീഥൈൽ മെർക്കുറി. 9. ഡയബറ്റിസ് മെലിറ്റസിൻ്റെ വളർച്ചയിലെ ആദ്യകാല അസാധാരണത്വം സാധാരണയായി ഇവയാണ്: പേശികളിലും കരളിലും ഇൻസുലിൻ പ്രതിരോധം. ഡയബറ്റിസ് മെലിറ്റസിൻ്റെ വളർച്ചയിലെ ആദ്യകാല അസാധാരണത്വം സാധാരണയായി ഇവയാണ്: പേശികളിലും കരളിലും ഇൻസുലിൻ പ്രതിരോധം. 10. സെറിബ്രൽ മലേറിയയ്ക്ക് കാരണമാകുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപാറത്തിൻ്റെ ഏത് ഘട്ടമാണ്? സീക്വസ്റ്റേഡ് പക്വതയുള്ള ട്രോഫോസോയിറ്റുകളും സ്കിസോണ്ടുകളും. സെറിബ്രൽ മലേറിയയ്ക്ക് കാരണമാകുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപാറത്തിൻ്റെ ഏത് ഘട്ടമാണ്? സീക്വസ്റ്റേഡ് പക്വതയുള്ള ട്രോഫോസോയിറ്റുകളും സ്കിസോണ്ടുകളും. 11. ഒരു രോഗിക്ക് പെരിഫറൽ ന്യൂറോപ്പതി, ഗ്ലോസിറ്റിസ്, മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്നിവ അനുഭവപ്പെടുന്നു. ലാബ് പരിശോധനകളിൽ ഉയർന്ന ഹോമോസിസ്റ്റിൻ എന്നാൽ സാധാരണ മെഥൈൽ മലോണിക് ആസിഡ് കാണിക്കുന്നു. ഏത് പോഷകക്കുറവാണ് ഏറ്റവും സാധ്യത? ഫോളേറ്റ്. ഒരു രോഗിക്ക് പെരിഫറൽ ന്യൂറോപ്പതി, ഗ്ലോസിറ്റിസ്, മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്നിവ അനുഭവപ്പെടുന്നു. ലാബ് പരിശോധനകളിൽ ഉയർന്ന ഹോമോസിസ്റ്റിൻ എന്നാൽ സാധാരണ മെഥൈൽ മലോണിക് ആസിഡ് കാണിക്കുന്നു. ഏത് പോഷകക്കുറവാണ് ഏറ്റവും സാധ്യത? ഫോളേറ്റ്. 12. മനുഷ്യ
മനുഷ്യരക്തചംക്രമണത്തിൽ ഏറ്റവും കുറഞ്ഞ ആയുസ്സുള്ള കോശങ്ങൾ ഏതാണ്? ന്യൂട്രോഫിൽസ്. 13. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ഭൂമധ്യരേഖയിൽ 2025 പൊട്ടിപ്പുറപ്പെട്ടത് തുടക്കത്തിൽ ദുരൂഹമായിരുന്നു. പൊട്ടിപ്പുറപ്പെടലിൻ്റെ പ്രധാന കാരണമായി ഒടുവിൽ സ്ഥിരീകരിച്ച രോഗം ഏതാണ്? മലേറിയ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ഭൂമധ്യരേഖയിൽ 2025 പൊട്ടിപ്പുറപ്പെട്ടത് തുടക്കത്തിൽ ദുരൂഹമായിരുന്നു. പൊട്ടിപ്പുറപ്പെടലിൻ്റെ പ്രധാന കാരണമായി ഒടുവിൽ സ്ഥിരീകരിച്ച രോഗം ഏതാണ്? മലേറിയ. 14. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗം നൽകുന്ന അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള പരിഹാരങ്ങളുടെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി അതിൻ്റെ റിട്ട് അധികാരപരിധിയിൽ വിനിയോഗിക്കാവുന്ന എല്ലാ അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരങ്ങളും അതിൻ്റെ അധികാരപരിധിയുടെ പ്രാദേശിക പരിധിക്കുള്ളിൽ പ്രയോഗിക്കാൻ പാർലമെൻറ്റിന് നിയമം വഴി മറ്റേതൊരു കോടതിയെയും അധികാരപ്പെടുത്താം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയാണ് ഇതിനായി വ്യവസ്ഥ ചെയ്യുന്നത്? ആർട്ടിക്കിൾ 32(3). ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗം നൽകുന്ന അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള പരിഹാരങ്ങളുടെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി അതിൻ്റെ റിട്ട് അധികാരപരിധിയിൽ വിനിയോഗിക്കാവുന്ന എല്ലാ അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരങ്ങളും അതിൻ്റെ അധികാരപരിധിയുടെ പ്രാദേശിക പരിധിക്കുള്ളിൽ പ്രയോഗിക്കാൻ പാർലമെൻറ്റിന് നിയമം വഴി മറ്റേതൊരു കോടതിയെയും അധികാരപ്പെടുത്താം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയാണ് ഇതിനായി വ്യവസ്ഥ ചെയ്യുന്നത്? ആർട്ടിക്കിൾ 32(3). 15. രാഷ്ട്രം നിരന്തരം ഉയർന്ന തലത്തിലുള്ള പരിശ്രമത്തിലേക്കും നേട്ടത്തിലേക്കും ഉയരുന്നതിന് വ്യക്തിഗതവും കൂട്ടായതുമായ പ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലകളിലും മികവ് പുലർത്താൻ പരിശ്രമിക്കേണ്ടത് പൗരൻ്റെ കടമയാണെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥ അനുശാസിക്കുന്നു? ആർട്ടിക്കിൾ 51(a)(j). രാഷ്ട്രം നിരന്തരം ഉയർന്ന തലത്തിലുള്ള പരിശ്രമത്തിലേക്കും നേട്ടത്തിലേക്കും ഉയരുന്നതിന് വ്യക്തിഗതവും കൂട്ടായതുമായ പ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലകളിലും മികവ് പുലർത്താൻ പരിശ്രമിക്കേണ്ടത് പൗരൻ്റെ കടമയാണെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥ അനുശാസിക്കുന്നു? ആർട്ടിക്കിൾ 51(a)(j). 16. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയാണ് ഒരു പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തിന് കമ്പനിയിലെ അംഗമെന്ന നിലയിലും കമ്പനിയുടെ മറ്റ് അംഗങ്ങളുമായി പൊതുവായും ഏതെങ്കിലും സർക്കാർ കരാറിൽ നിന്ന് പ്രയോജനം നേടുന്ന ഒരു സംയോജിത കമ്പനിയുടെ ലാഭത്തിൽ അത്തരം പ്രവൃത്തിയെ മോശം പെരുമാറ്റമായി കണക്കാക്കാതെ തന്നെ പങ്കെടുക്കാൻ അനുവദിക്കുന്നത്? ആർട്ടിക്കിൾ 317(4). ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയാണ് ഒരു പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തിന് കമ്പനിയിലെ അംഗമെന്ന നിലയിലും കമ്പനിയുടെ മറ്റ് അംഗങ്ങളുമായി പൊതുവായും ഏതെങ്കിലും സർക്കാർ കരാറിൽ നിന്ന് പ്രയോജനം നേടുന്ന ഒരു സംയോജിത കമ്പനിയുടെ ലാഭത്തിൽ അത്തരം പ്രവൃത്തിയെ മോശം പെരുമാറ്റമായി കണക്കാക്കാതെ തന്നെ പങ്കെടുക്കാൻ അനുവദിക്കുന്നത്? ആർട്ടിക്കിൾ 317(4). 17. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തൻ്റെ പദവിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇന്ത്യാ ഗവൺമെൻറ്റിന് കീഴിലോ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലോ കൂടുതൽ പദവികൾക്ക് അർഹതയുള്ളവനായിരിക്കില്ലെന്ന് അനുശാസിക്കുന്നത്? ആർട്ടിക്കിൾ 148(4). ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തൻ്റെ പദവിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇന്ത്യാ ഗവൺമെൻറ്റിന് കീഴിലോ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലോ കൂടുതൽ പദവികൾക്ക് അർഹതയുള്ളവനായിരിക്കില്ലെന്ന് അനുശാസിക്കുന്നത്? ആർട്ടിക്കിൾ 148(4). 18. താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്നതിനായി ഒരു സംസ്ഥാന ഗവർണർ ഒരു ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കേണ്ടത്? ആർട്ടിക്കിൾ 243(i). താഴെ പറയുന്ന വ്യവസ്ഥകൾ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്നതിനായി ഒരു സംസ്ഥാന ഗവർണർ ഒരു ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കേണ്ടത്? ആർട്ടിക്കിൾ 243(i). 19. തിരുവിതാംകൂറിലെ ഊരൂട്ടമ്പലം പ്രതിഷേധം നയിച്ചത്?
മഹാത്മാ അയ്യങ്കാളി. തിരുവിതാംകൂറിലെ ഊരൂട്ടമ്പലം പ്രതിഷേധം നയിച്ചത് മഹാത്മാ അയ്യങ്കാളി. 20. കേരളത്തിലെ ഇമ്മാനുവൽ കോട്ടയും സെന്റ് തോമസ് കോട്ടയും പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാർ. കേരളത്തിലെ ഇമ്മാനുവൽ കോട്ടയും സെന്റ് തോമസ് കോട്ടയും പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാർ. 21. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിനർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി എം.ആർ. രാഘവ വാര്യർ. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിനർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി എം.ആർ. രാഘവ വാര്യർ. 22. 1936 ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ആരംഭിച്ചത് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. 1936 ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ആരംഭിച്ചത് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. 23. തൃശ്ശൂരിലെ മണ്ണുത്തിയിലുള്ള കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഏത് വിള ഗവേഷണമാണ് നടത്തുന്നത്? അരി. തൃശ്ശൂരിലെ മണ്ണുത്തിയിലുള്ള കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഏത് വിള ഗവേഷണമാണ് നടത്തുന്നത്? അരി. 24. 2025 ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ നടന്ന 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. 2025 ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ നടന്ന 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. 25. ശ്രീമതി ബാർബറ വൂട്ടൻ്റെ അഭിപ്രായത്തിൽ ചില പൊതു അധികാരികൾ സാമ്പത്തിക മുൻഗണനകൾ ബോധപൂർവം തെരഞ്ഞെടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതിനാണ് ബാധകമാകുന്നത്? സാമ്പത്തിക ആസൂത്രണം. ശ്രീമതി ബാർബറ വൂട്ടൻ്റെ അഭിപ്രായത്തിൽ ചില പൊതു അധികാരികൾ സാമ്പത്തിക മുൻഗണനകൾ ബോധപൂർവം തെരഞ്ഞെടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതിനാണ് ബാധകമാകുന്നത്? സാമ്പത്തിക ആസൂത്രണം. 26. 1991 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. 1991 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. 27. കാർഷിക വിളകളുടെ MSP നിശ്ചയിക്കുന്നതിനുള്ള C2+50% ഫോർമുല നിർദ്ദേശിച്ചുകൊണ്ട് ഉൽപ്പാദന ചെലവ് C2 അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണമെന്ന് ആരാണ് നിർദ്ദേശിച്ചത്? സ്വാമിനാഥൻ കമ്മീഷൻ. കാർഷിക വിളകളുടെ MSP നിശ്ചയിക്കുന്നതിനുള്ള C2+50% ഫോർമുല നിർദ്ദേശിച്ചുകൊണ്ട് ഉൽപ്പാദന ചെലവ് C2 അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണമെന്ന് ആരാണ് നിർദ്ദേശിച്ചത്? സ്വാമിനാഥൻ കമ്മീഷൻ. 28. ഏതാണ് നേരിട്ടുള്ള നികുതി? കോർപ്പറേറ്റ് നികുതി. ഏതാണ് നേരിട്ടുള്ള നികുതി? കോർപ്പറേറ്റ് നികുതി. 29. ഇന്ത്യയിലെ നിലവിലുള്ള GST നിരക്ക് ഘടന എന്താണ്? 0%, 5%, 12%, 18%, 28%. ഇന്ത്യയിലെ നിലവിലുള്ള GST നിരക്ക് ഘടന എന്താണ്? 0%, 5%, 12%, 18%, 28%. 30. ആർട്ടിക്കിൾ 32 പരാമർശിച്ചിരിക്കുന്ന കാരണങ്ങളല്ലാതെ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകാൻ പാർലമെൻറ്റിനെ അനുവദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 139. ആർട്ടിക്കിൾ 32 പരാമർശിച്ചിരിക്കുന്ന കാരണങ്ങളല്ലാതെ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകാൻ പാർലമെൻറ്റിനെ അനുവദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 139. 31. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിച്ചത്? എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിച്ചത്? എറണാകുളം.
32. കേരള സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ ഏത് വർഷമാണ് നടപ്പിലാക്കിയത്? 1960. കേരള സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ ഏത് വർഷമാണ് നടപ്പിലാക്കിയത്? 1960. 33. 2024 ദേശീയ ഐക്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരംഭിച്ച പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? മേരാ യുവ ഭാരത് പ്ലാറ്റ്ഫോം. 2024 ദേശീയ ഐക്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരംഭിച്ച പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? മേരാ യുവ ഭാരത് പ്ലാറ്റ്ഫോം. 34. 2024 വയലാർ രാമവർമ്മ സ്മാരക സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? അശോകൻ ചരുവിൽ. 2024 വയലാർ രാമവർമ്മ സ്മാരക സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? അശോകൻ ചരുവിൽ. 35. 2024 ലോക ക്ലൈമറ്റ് ഉച്ചകോടി എവിടെയാണ് നടന്നത്? ബാക്കു. 2024 ലോക ക്ലൈമറ്റ് ഉച്ചകോടി എവിടെയാണ് നടന്നത്? ബാക്കു. 36. മനുഷ്യകോശങ്ങളിലെ ഗോൾഗി വസ്തുക്കളുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷനും പ്രോട്ടീൻ പാക്കേജിങ്ങും. മനുഷ്യകോശങ്ങളിലെ ഗോൾഗി വസ്തുക്കളുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷനും പ്രോട്ടീൻ പാക്കേജിങ്ങും. 37. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഏത് ജനുസിൽ പെടുന്നു? ലെൻഡി വൈറസ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഏത് ജനുസിൽ പെടുന്നു? ലെൻഡി വൈറസ്. 38. ഇന്ത്യയിൽ ആദ്യമായി COPD തടയുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടുള്ള താഴെപ്പറയുന്ന പൊതുജനാരോഗ്യ പരിപാടികളിൽ ഏതാണ് കേരളം ആരംഭിച്ചത്? ശ്വാസ്. ഇന്ത്യയിൽ ആദ്യമായി COPD തടയുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടുള്ള താഴെപ്പറയുന്ന പൊതുജനാരോഗ്യ പരിപാടികളിൽ ഏതാണ് കേരളം ആരംഭിച്ചത്? ശ്വാസ്. 39. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പശ്ചാത്തല വികിരണം ഉള്ള ജില്ലകൾ ഏതാണ്? കൊല്ലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പശ്ചാത്തല വികിരണം ഉള്ള ജില്ലകൾ ഏതാണ്? കൊല്ലം. 40. കേരളത്തിൽ നിന്ന് അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്ന രോഗത്തിന് കാരണമാകുന്നത് താഴെപ്പറയുന്നവയിൽ ഏതാണ്? നെയ്ഗ്ലേരിയ ഫൗളേരി. കേരളത്തിൽ നിന്ന് അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്ന രോഗത്തിന് കാരണമാകുന്നത് താഴെപ്പറയുന്നവയിൽ ഏതാണ്? നെയ്ഗ്ലേരിയ ഫൗളേരി. 41. 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 42. ഒരു ടാപ്പിൻ്റെ അറ്റത്ത് സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം ഗോളാകൃതി പ്രാപിക്കുന്നത് ഡാഷ് കാരണമാണ്? പ്രതലബലം. ഒരു ടാപ്പിൻ്റെ അറ്റത്ത് സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം ഗോളാകൃതി പ്രാപിക്കുന്നത് ഡാഷ് കാരണമാണ്? പ്രതലബലം. 43. 2025 ജനുവരി 16 ബഹിരാകാശ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഡാഷ് എന്ന പേരിലുള്ള ഒരു ദൗത്യത്തിൽ ISRO 2 ചെറിയ ബഹിരാകാശ പേടകങ്ങളെ ചേസർ, ടാർഗറ്റ് എന്നിവ വിജയകരമായി ബഹിരാകാശത്ത് ഡോക്ക് ചെയ്തു. വിടവുകൾ പൂരിപ്പിക്കുക. സ്പാഡെക്സ്. 2025 ജനുവരി 16 ബഹിരാകാശ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഡാഷ് എന്ന പേരിലുള്ള ഒരു ദൗത്യത്തിൽ ISRO 2 ചെറിയ ബഹിരാകാശ പേടകങ്ങളെ ചേസർ, ടാർഗറ്റ് എന്നിവ വിജയകരമായി ബഹിരാകാശത്ത് ഡോക്ക് ചെയ്തു. വിടവുകൾ പൂരിപ്പിക്കുക. സ്പാഡെക്സ്. 44. ആമാശയം സ്രവിക്കുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയം സ്രവിക്കുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. 45. ചന്ദ്രയാൻ 3 പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിൽ
ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? സൾഫർ. ചന്ദ്രയാൻ 3 പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? സൾഫർ. 46. ഏതു രാജ്യത്തായിരുന്നു ഇന്ദ്രൻ എന്ന ദേവന്റെ പ്രീതിക്കായി പന്തൻ എന്ന ചെടിയുടെ തണ്ടുപയോഗിച്ചുകൊണ്ട് പന്തൻ യുദ്ധം അഥവാ പെരാങ് പന്തൻ എന്ന പരമ്പരാഗത ഏറ്റുമുട്ടൽ ആചാരരീതി അരങ്ങേറിയിരുന്നത്? ഇന്തോനേഷ്യ. ഏതു രാജ്യത്തായിരുന്നു ഇന്ദ്രൻ എന്ന ദേവന്റെ പ്രീതിക്കായി പന്തൻ എന്ന ചെടിയുടെ തണ്ടുപയോഗിച്ചുകൊണ്ട് പന്തൻ യുദ്ധം അഥവാ പെരാങ് പന്തൻ എന്ന പരമ്പരാഗത ഏറ്റുമുട്ടൽ ആചാരരീതി അരങ്ങേറിയിരുന്നത്? ഇന്തോനേഷ്യ. 47. ഇന്ത്യൻ MMA മിക്സഡ് മാർഷ്യൽ ആർട്ട് കായിക താരം പൂജ തോമർ അറിയപ്പെടുന്ന വിളിപ്പേര് എന്ത്? ദി സൈക്ലോൺ. ഇന്ത്യൻ MMA മിക്സഡ് മാർഷ്യൽ ആർട്ട് കായിക താരം പൂജ തോമർ അറിയപ്പെടുന്ന വിളിപ്പേര് എന്ത്? ദി സൈക്ലോൺ. 48. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ് 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആക്ട് നടപ്പിലാക്കിയത്? 323A. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ് 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആക്ട് നടപ്പിലാക്കിയത്? 323A. 49. ഭാരതത്തിൽ 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ്? ധനകാര്യ മന്ത്രാലയം. ഭാരതത്തിൽ 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ്? ധനകാര്യ മന്ത്രാലയം. 50. ഉർവശി ഭട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏതു ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യാ വിഭജനം. ഉർവശി ഭട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏതു ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യാ വിഭജനം. Please subscribe, like and hype Workbook PSC.